എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് വീട്ടിലെ വഴക്കുകളും നാടകങ്ങളും സ്നേഹങ്ങളുമെല്ലാം നമുക്കറിയാം. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബിഗ് ബോസ് ഹൗസിനെ സംബന്ധിച്ചുള്ള 10 രഹസ്യങ്ങളെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് വീട്ടിലെ താരങ്ങൾക്ക് വീട്ടിനുള്ളിൽ ക്ലോക്ക് പോലുള്ള വസ്തുക്കൾ കൊടുക്കാറില്ല എന്ന്. പക്ഷേ ചില സീസണുകളിൽ മത്സരാർത്ഥികൾ മൈക്രോവേവ് ഓവനിലെ ടൈമർ ഉപയോഗിച്ച് സമയം കണക്കാക്കാറുണ്ടായിരുന്നു. രണ്ടാമത്തെ ഫാക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിലെ ശബ്ദം എപ്പോഴും ലൈവ് സൗണ്ട് അല്ല, അത് പ്രീസെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മൈക്കിൻ്റെ ബാറ്ററി മാറ്റുന്നതിനോ അല്ലെങ്കിൽ മൈക്ക് ധരിക്കുന്നതിനോ വേണ്ടിയുള്ള ബിഗ് ബോസിൻ്റെ ശബ്ദം അത് ലൈവായി പറയുന്നതല്ല, നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ശബ്ദമാണത്. ആവശ്യത്തിനനുസരിച്ച് അത് പ്ലേ ചെയ്യുകയാണ്. മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ആരാധനാ പുസ്തകങ്ങളൊന്നും അനുവദനീയമല്ല. ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റിന് ആവശ്യമായാൽ ബിഗ് ബോസ് ടീം അത് നൽകുകയാണ് ചെയ്യാറ്. നാലാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, മത്സരാർത്ഥികൾ ഹൗസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ദിവസം കണ്ണ് കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഹൗസ് എവിടെയാണെന്ന് മനസ്സിലാവാതിരിക്കാനാണ്. അഞ്ചാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞത്, ബിഗ് ബോസിനകത്തെ ഒരു സീക്രട്ട് റൂമിനെ കുറിച്ചാണ്. ചില സീസണുകളിൽ സീക്രട്ട് റൂം പോലുള്ളവ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിൽമാര ഏകദേശം 5 ദിവസത്തോളം ഇത്തരത്തിലുള്ളൊരു സീക്രട്ട് റൂമിൽ തങ്ങിയിരുന്നു. അത് ചില മത്സരാർത്ഥികൾ പുറത്തായ പോലെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആറാമത്തെ ഫാക്റ്റ്, ബിഗ് ബോസ് ഹൗസിനകത്ത് ക്യാമറയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളെ കുറിച്ചിട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ടോയ്ലറ്റ് ക്ലീനിങ് പോലുള്ള ചില ജോലികൾ ക്യാമറയ്ക്ക് പിറകിൽ നിന്ന് പ്രൊഫഷണലുകളാണ് ചെയ്യാറ്. ഷോയിൽ നമ്മൾ ദിവസേന കാണുന്ന എപ്പിസോഡ് മുഴുവനും യാഥാർത്ഥ്യമല്ല. ഏഴാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, വീട്ടിലെ ചില ഭീതിയുള്ള അനുഭവങ്ങളാണ്. ചില മത്സരാർത്ഥികൾ വീട്ടിൽ ഭൂതസാന്നിധ്യം അനുഭവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. ചില മത്സരാർത്ഥികൾ ഇരുട്ടിൽ നിഴലുകൾ കണ്ടെന്നും മറ്റു ചിലരെ പിന്നിൽ നിന്നാരോ ശ്വാസം മുട്ടിച്ചതായും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് ചരിത്രത്തിലാദ്യമായി ഹിന്ദി ബിഗ് ബോസ് സീസൺ 6 വളരെ ഗ്രാമീണ തനിമയുള്ള ആഡംബരമില്ലാത്ത ഒരു ലളിതമായ വീടായിരുന്നു അവതരിപ്പിച്ചത്. ഒമ്പതാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പിസോഡിൽ കാണുന്ന ടൈം റിയൽ അല്ല. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നമ്മളെല്ലാം കാണുന്നതാണ് പ്രഭാതഗാനം കേൾക്കുമ്പോൾ ഒരു സമയം അതിന് മുന്നോടിയായി പറയുന്നത്. അത് ഷൂട്ട് ചെയ്യുന്ന റിയൽ ടൈം അല്ല, അത് ആക്ച്വലി എപ്പിസോഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം മാത്രമാണ്. പത്താമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ശമ്പളത്തെക്കുറിച്ചുള്ളതാണ്. മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്ര നാൾ നിൽക്കുന്നുവോ അവരുടെ ശമ്പളം ഓരോ ആഴ്ചയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ പ്രതിവാര ശമ്പളമാണ്, അതായത് വീക്കിലി സാലറിയാണ്. ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചുള്ള 10 ഫാക്റ്റുകൾ. ഇതിലേത് ഫാക്റ്റാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിച്ചതെന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ 90s Kid Official സൈനിങ് ഓഫ്.